ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻചേന. മോർണിംഗിൽ പെർഫോമൻസ് പോകുന്ന സ്റ്റോക്കുകൾ എല്ലാവർക്കും കൺഫ്യൂസിങ് ആണ്. ഏത് സ്റ്റോക്ക് എടുക്കണം, പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട്. നമ്മൾ നോക്കുന്ന സ്റ്റോക്കുകളിലൊന്നും പെർഫോമൻസ് കാണില്ല, എന്നാൽ പെർഫോമൻസ് പോയി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. അതുപോലത്തെ നമുക്ക് ആക്ച്വലി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സോഫ്റ്റ്വെയർ സ്കാനർ ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് മോർണിംഗിൽ തന്നെ പെർഫോമൻസ് പോകുന്ന സ്റ്റോക്കുകൾ നമുക്ക് എടുത്തു പോകാം. അതിന് നമുക്ക് ഏതൊക്കെ സ്റ്റോക്കാണ് നമ്മൾ ആക്ച്വലി മാർക്കറ്റിൽ ബോഡിയുള്ള പെർഫോമൻസ് നമുക്ക് ഡെയിലി വീക്ക്ലി നോക്കുകയാണ് തരുന്ന സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി നമുക്കൊരു ട്രേഡ് മിസ്സാകാതെ എടുക്കാൻ സാധിക്കും നമ്മുടെ സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ലോസ് ഒഴിവാക്കാം, നമുക്ക് കറക്റ്റ് ട്രേഡ് മിസ്സാവത്തുമില്ല. അതിന് ഏതൊക്കെ സ്റ്റോക്ക് ആഡ് ചെയ്ത് വെക്കണമെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലൈവ് പെർഫോമൻസിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം സോഫ്റ്റ്വെയറിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽസ്, അതായത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിനകത്ത് എങ്ങനെ എൻട്രി എടുക്കണം, എക്സിറ്റ് അടിക്കണം, ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മളിവിടുന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് നേടാൻ നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ ഈസിയാണ്. ഇപ്പോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അഡാനി പോർട്സ്, എൻ്റർപ്രൈസ്, അതേപോലെ ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, വിൻസർവ്, TCS, L&T, ഇൻഫി, അതേപോലത്തെ സ്റ്റോക്കുകൾ, അതേപോലെ ടാറ്റ കെമിക്കൽസ് മോട്ടോഴ്സ്, പിന്നെ അതേപോലെ ടാറ്റ സ്റ്റീൽ, ജിൻഡാൽസ്, അങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റ്. മെയിനായിട്ടൊരു 75 സ്റ്റോക്ക് ആഡ് ചെയ്യും, പക്ഷെ അത്രയൊന്നും വേണ്ട. ഒരു പെർഫോമൻസ് പോകുന്ന 20 സ്റ്റോക്കുകൾ ഇനഫാണ്. അതിൽ തന്നെ നമുക്ക് ആക്ച്വലി ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി മാർക്കറ്റിൽ ഇപ്പോൾ ഡെയിലി വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ദിവസം മാർക്കറ്റ് ഇപ്പോൾ സിഗ്നൽസ് നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ കിട്ടില്ല. ചിലപ്പം നമ്മൾ സിഗ്നൽ എടുത്തിട്ട് റിവേഴ്സ് പോകുന്ന, അതായത് ടാർഗറ്റ് എത്താതെ തിരിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ആക്ച്വലി ലോസ് ലിമിറ്റ് ചെയ്യാനായിട്ട് ഡെയിലി സ്റ്റിപ്പുലേറ്റ് ആയിട്ട് സ്റ്റോക്ക് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അഡാനി നോക്കുകയാണെങ്കിൽ അഡാനി കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അഡാനി പോർട്സ് നമുക്ക് നല്ലൊരു ബൈ ട്രേഡിലേക്കാണ്. അപ്പോൾ അഡാനി ഞാൻ കാണിച്ചു തരാം. അഡാനി പോർട്സ്, അഡാനി എൻ്റർപ്രൈസ് 2 ദിവസമായിട്ട് ബൈ ട്രേഡിലേക്കാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് ബൈ എടുക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാവത്തില്ല. ഇപ്പോൾ അഡാനി പോർട്സ് ഇന്നലെയും ബൈ പോയി, ഇന്നും ബൈ പോയി, ഇപ്പോഴാണ് മാർക്കറ്റ് ഇറങ്ങുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2 ദിവസമായിട്ട് ബൈ ആണ്. ഇന്നലെ ഫുൾ ടൈം ബൈ ആയിരുന്നു, ഇന്ന് രാവിലെ അതേപോലെ ബൈ പോയി. അപ്പോൾ നമുക്ക് ബൈ എടുക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാവത്തില്ല. നമുക്കൊരു ഓൾറെഡി കയറിയത് കൊണ്ട് നമുക്ക് ഇനി ഒരുപാട് കയറാൻ സാധ്യതയില്ല, അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ട്രേഡ് നമുക്ക് അവിടെ നിന്ന് ചെറിയ ടാർഗറ്റിൽ നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡെയിലി വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ നമുക്ക് ഇൻഡ്യൂഷൻ ഉണ്ടാവും, നമുക്ക് മാർക്കറ്റിൽ അതായത് എവിടെ വരെ എക്സിറ്റ് ചെയ്യണം, അതേപോലെ നമുക്ക് ഇത് ഇറങ്ങാൻ സാധ്യതയുണ്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അതിന് എല്ലാ സ്റ്റോക്കുകളും വാച്ച് ചെയ്യാതെ സ്റ്റോക്കിൽ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമുക്ക് വോളിയമുള്ള കുറച്ച് സ്റ്റോക്കുകൾ ആഡ് ചെയ്ത് വെച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ ട്രെൻഡ് മനസ്സിലാക്കി എളുപ്പമാണ്. ആ ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് ട്രേഡ് ചെയ്യും. ഇപ്പോൾ TCS മിക്കവാറും പെർഫോമൻസ് പോകുന്ന സ്റ്റോക്കാണ് TCS. അപ്പോൾ TCS നോക്കുകയാണെങ്കിൽ TCS ഇന്നും മാർക്കറ്റിൽ ട്രേഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ സിഗ്നൽസ് റിവേഴ്സ് പോയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇന്നിപ്പം ലാസ്റ്റ് വന്ന ബൈ അവിടെ നിന്ന് അടിച്ച് കയറിയിട്ടുണ്ട്. അതിന് മുമ്പ് ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് രാവിലെ ഡൗൺ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് നമുക്ക് ബൈ ട്രേഡ് പോയിട്ടുണ്ട്, അതിന് മുമ്പ് സെല്ല് പോയിട്ടുണ്ട്. ഇത് കണ്ടോ ഡൗൺ. ഇപ്പോൾ മിക്കവാറും നമുക്ക് ട്രേഡ് നമുക്ക് കിട്ടുന്ന സ്റ്റോക്കാണ്. നമുക്ക് മിക്കവാറും നമുക്ക് പുറകിലത്തെ പെർഫോമൻസ് നോക്കി നല്ല മിക്കവാറും ട്രേഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ടാറ്റ മോട്ടോഴ്സ് നല്ല ഇന്നും രാവിലെ ബൈ ഉണ്ടായിരുന്നു, ഇന്നലെയും ബൈ ഉണ്ടായിരുന്നു, അതിന് മുമ്പും നമുക്ക് നോക്കി ബൈ നല്ലപോലെ ഉണ്ടായിരുന്നു. സെല്ല് പുറകിലത്തെ പെർഫോമൻസ് നോക്കാൻ നല്ല റിട്ടേൺസ് നമുക്ക് മിക്കവാറും കിട്ടുന്നത്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ സൈഡ് വേസ് ഉണ്ടാവും, നമുക്ക് ടാർഗറ്റ് പോലെ എത്താതെ മാർക്കറ്റ് റേഞ്ച് തട്ടിത്തിരിച്ചു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്ക് തന്നെ വാച്ച് ചെയ്യും. നമുക്കൊരു സ്റ്റിപ്പുലേറ്റ് ഒരു വോളിയമുള്ള സ്റ്റോക്ക് വാച്ച് നമുക്കൊരു, അതായത് എല്ലാ സ്റ്റോക്കും തിരഞ്ഞെടുക്കാതെ പെർഫോമൻസുള്ള കുറച്ച് സ്റ്റോക്ക് മാത്രം ഡെയിലി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ലോസ് ഒരുപാട് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇതിനു മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് സെല്ല്, ഇത് ബൈ. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽസിൽ അലേർട്ടായിട്ട് തരും, ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. ഇപ്പോൾ ഇതിനകത്ത് കൺഫേം ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് സിഗ്നൽ വരുമ്പോൾ സിഗ്നലിൻ്റെ കളർ തന്നെ ക്യാൻഡിലും താഴെയും ഉണ്ടോ എന്ന് നോക്കുക. അത് ഓക്കെയാണ് ട്രേഡ് എടുക്കുക. അപ്പോൾ ഇത് രാവിലെ വന്ന ബൈ പെട്ടെന്ന് തന്നെ കൺഫേം ആയി, ഗ്രീനുമായിട്ട് മാച്ചായി. അടുത്ത ക്യാൻഡിൽ ട്രേഡ് പോയി നേരെ ഹൈക്ക് അടിച്ചിട്ടുണ്ട്. നല്ല ട്രേഡ് അപ്രോക്സിമേറ്റ് ഈ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ക്യാൻഡിൽ നമുക്ക് സിഗ്നൽ എടുത്തു കഴിഞ്ഞാലും 747 നമുക്ക് ആക്ച്വലി നല്ലൊരു റിട്ടേൺസ് അപ്രോക്സിമേറ്റ് 766 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ജിൻഡാൽ സ്റ്റീൽ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ ഒരു ബൈ ഉണ്ടായിരുന്നു, 15 സെല്ല്. ഇപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ നല്ല ഹ്യൂജ് ഡൗൺ ആയിരുന്നു, 15 പോയിന്റോളം ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. 939 സെല്ല് വന്നാൽ സപ്പോർട്ട് അടിച്ചു. ഇവിടെ സപ്പോർട്ട് അടിക്കുമ്പോഴത്തേക്കും താഴെ പോയിട്ടുണ്ട്.
അപ്പോൾ അവിടുന്ന് നല്ല റിട്ടേൺസ് ഇപ്പോഴും സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങുന്നുണ്ട്. ഇതാണ് സപ്പോർട്ട് ലെവൽ. ഇന്നലെയും പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിനകത്ത് മിക്കവാറും സ്റ്റീൽ ഐറ്റംസ്, ജിന്ദാൽ, ടാറ്റ സ്റ്റീലൊക്കെ പെർഫോമൻസ് വരുന്നു. അപ്പോൾ ഡെയിലി വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കിൽ നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ബജാജ് ഫിൻസേവ് ഫിനാൻസ് ഒക്കെ നമുക്ക് ഡെയിലി വാച്ച് ചെയ്യാം. ഇതിനകത്ത് ഇന്ന് രാവിലെ മൊമെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് ബൈ പോയി 3 ടാർഗറ്റ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വന്ന് നമുക്ക് സെല്ലും പോയില്ല, ബൈ പോകാത്തൊരു സിറ്റുവേഷൻ നിൽക്കുകയാണ്. ഒരു അപ് ട്രെൻഡ് കയറിയുള്ളൂ, അത് തിരിച്ച് മാർക്കറ്റ് ഡൗൺ ഇറങ്ങി. ഓക്കെ, അപ്പം ഇതിൽ ടാറ്റ കൊമേഴ്ഷ്യലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഡൗൺ ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന ബൈ വലിയൊരു കൺഫർമേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കൺഫർമേഷൻ തരാൻ വൈകും. അതുപോലത്തെ സിറ്റുവേഷൻ ആ ട്രേഡ് എടുക്കാതിരിക്കുക, അതൊക്കെ റിവേഴ്സ് അടിക്കാൻ സാധ്യതയുള്ളതാണ് പെട്ടെന്ന് കൺഫേം തരാതിരിക്കുന്നത്. ഓക്കെ, അതേപോലെ ഇന്നത്തെ നിഫ്റ്റിയിലും രാവിലെ ഒരു ബൈ ട്രേഡ് പോയി. പിന്നെ അത് കഴിഞ്ഞ് സെല്ല് കൺഫർമേഷൻ ലേറ്റ് ആവുന്നത് നല്ലൊരു ട്രേഡ് അല്ല. അതുകൊണ്ടാണ് കൺഫർമേഷൻ ലേറ്റ് ആവുന്നത്. കാരണം മാർക്കറ്റ് കൺസോളിഡേഷൻ ഉള്ളതുകൊണ്ട് കൺഫർമേഷൻ ലേറ്റ് ആവുന്നത്. അതുപോലത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ആക്ച്വലി നമ്മൾ സ്കാൽപ്പ് ചെയ്ത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഷോർട്ട് അടിക്കുക. ചെറിയ ട്രേഡിൽ ഫസ്റ്റ് ഹാഫിൽ എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതേപോലെ അഡാനി പോർട്സ് നോക്കുകയാണെങ്കിലും ഇപ്പം മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. കണ്ടോ, മാർക്കറ്റ് സപ്പോർട്ട് അടിച്ച് തിരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ സെല്ലെടുത്ത് ഇവിടെ നമുക്ക് എടുക്കാവുന്നതാണ്. സപ്പോർട്ട് അടിക്കുന്നുണ്ട്, അത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതായത് സപ്പോർട്ട് സ്ട്രോങ് ആണ്, നല്ല ട്രേഡ് ആയിരിക്കും. അവിടുന്ന് ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് ട്രെൻഡ് ലൈൻ നോക്കാം. താഴത്തെ കൺഫർമേഷൻ എക്സ്ട്രാ കളർ വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്ത് വിടാം. അപ്പം ഇതൊക്കെ മെസ്സേജ് വരും. കണ്ടോ, ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം അതിനകത്ത് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങി. ഈ ട്രെൻഡ് ലൈൻ ഇവിടെ തിരിച്ചിറങ്ങി ഈ പോർഷനിൽ എടുക്കാമായിരുന്നു. സപ്പോർട്ട് അടിച്ച് താട്ടിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റും ഉണ്ട്. ഓക്കെ, അപ്പം ഇതേപോലെ എല്ലാ സ്ട്രാറ്റജിയും സെയിം മെത്തേഡിലൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.